വളരെ നൈസായിട്ടാണ് ഇത് ചെത്തുന്നത് കേട്ടോ. ഇതുണ്ടോ ചെത്തിക്കഴിഞ്ഞത് നമ്മുടെ കമ്പേ കൂടെ ചാടുന്നുണ്ട്. നൈസായിട്ട് ചെത്തി ഇതിനെ അങ്ങ് റെഡിയാക്കുവാണ് കേട്ടോ. അപ്പൊ ഇത് ഓരോ ദിവസം ഇങ്ങനെ ചെത്തി കൊടുക്കണോ ഭായി? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളെന്തോ പതിവ് പോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണ് സംഭവം എന്നറിയാവോ? ആശാന എന്താ സംഭവം? കജൂർ പേരിന് കല്ലിറക്കാൻ പോണേ. കജൂർ പേടില്ല. കജൂർ പേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഈന്തപ്പനയില് എങ്ങനെയാണ് കള്ളെടുക്കുന്നത് എന്നൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ ജാഹുദിൽ കേരളത്തിലായിരുന്നു കേട്ടോ. 6-7 വർഷം പുള്ളി വർക്ക് ചെയ്തത്. അതുകൊണ്ട് കുറെ നല്ലപോലെ മലയാളമൊക്കെ അറിയാം. ഇന്ന് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? കൽക്കട്ടയിലാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നേക്കുന്നത്. കൽക്കട്ടയിലെവിടെ? നവോദയ ഡിസ്ട്രിക്ട് കാലിഗഞ്ച് പോലീസ് സ്റ്റേഷൻ. അത് തന്നെ, നവോദയ ഡിസ്ട്രിക്റ്റിലെ കാലിഗഞ്ച് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ബായിക്ക് നല്ലപോലെ മലയാളം അറിയാം കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറെ എളുപ്പമായി. ബായിയോടൊപ്പം നമ്മൾ നേരെ ഈന്തപ്പന കള്ളെടുക്കുന്ന കാര്യങ്ങളും അതിന്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളിത് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പം ബായി, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഫുള്ള് പറഞ്ഞു തരുമല്ലേ? ഫുള്ള് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് നേരെ മരത്തിന്റെ ചോട്ടിലേക്ക് പോയാലോ? നമ്മള് കുടമൊക്കെ എടുക്കട്ടെ. അതിൽ കെട്ടിവെക്കാനുള്ള കുടമൊക്കെയാണ്. കുടവും കത്തിയൊക്കെ ഉണ്ടോ? നല്ല ഷാർപ്പ് കത്തിയാണ്. നമ്മളതിന്റെ പണിയായുധങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നേരെ അങ്ങ് പോവാണ് ഇതിന്റെ പണികള്. അപ്പം നമുക്ക് ആ ഈന്തപ്പന ചോട്ടി നമുക്ക് എന്ന് കാണാം. അപ്പൊ ഇതെന്താ ഈ പൂത്ത് നിൽക്കുന്നു ഫുള്ള്? ഇത് കടകടലിന്റെ കൃഷിയാണ്. കടുക്? എത്ര ഏക്കറാണ് ഈ കടുകിന്റെ കൃഷി നിൽക്കുന്നത്? ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായിട്ടെ കടുക് എവിടെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ അടുത്തൊരു വീഡിയോ നമ്മൾ കടുക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതാണ്. അപ്പൊ ഏത് പനയിലും നമ്മൾ ഈ പണികളൊക്കെ ചെയ്യാൻ പോകുന്നത്? ഈ പനയില് നമ്മൾ കള്ളി എത്തുന്നു. ഓക്കെ. അങ്ങനെ ഞാനും ജാഹുദിലും കൂടെ ഇതേ നമ്മുടെ ഈന്തപ്പനയുടെ ചോട്ടിലെത്തി കേട്ടോ. ഈ ഒരു പന വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ഈ പണികൾ എങ്ങനെയാന്നൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ ചോടെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തു. അപ്പൊ നമ്മൾ പതുക്കെ അങ്ങ് തുടങ്ങും അല്ലേ? എന്നാ കയറി ഈന്തപ്പനയില് നമ്മുടെ ജാഹുദിൽ ഇതേ കയറി പോവുകയാണ് കേട്ടോ. കയറ് കെട്ട് ഉണ്ടോ? ഇങ്ങനെ കയറൊക്കെ കെട്ടി ഈന്തപ്പനയില് ഇതുപോലെ കയറൊക്കെ ഇട്ടങ്ങ് കയറി അതൊക്കെ ഇതിന്റെ തണ്ടെല്ലാം കട്ട് ചെയ്യണം അല്ലേ? ഇതുണ്ടോ ഇതിന്റെ തണ്ടുകളൊക്കെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കണം. ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത് നല്ല പണിയാട്ടോ. ഇത് ഫസ്റ്റ് സമയത്ത് ഇതിന്റെ മുള്ളൊക്കെ ഉണ്ട്. ഇത് ചെറിയൊരു മുള്ളൊക്കെ ഉണ്ട്. ആ മുള്ളൊക്കെ കയ്യെ കൊള്ളാതെ വളരെ ശ്രദ്ധയോടെ ഇങ്ങനെ ചെത്തണം. ഫുള്ള് ചെത്തി വൃത്തിയാക്കണം ചുറ്റും. നല്ലൊരു പണിയുണ്ട് കേട്ടോ. ഇതിന്റെ ചുറ്റുവട്ടം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ. ഇതേ നമ്മുടെ പന ചെത്തിന്റെ പണികൾ എന്തായി ബായി? ഇത് പണികൾ എന്തായി? പണി ഫിനിഷ് ആയോ? ഫിനിഷായി ആകാറായി. പണി തീരാനായിട്ട് പോവാണ്. ഇങ്ങനെ നൈസായിട്ട് ചെത്തി ഇതിനെ അങ്ങ് റെഡിയാക്കുവാണ് കേട്ടോ. നൈസായിട്ട് അത് ചെത്തുന്ന കേട്ടോ. അല്ലാതെ വലിയ ഇതിന്റെ തടി മൊത്തം വൃത്തികേടാക്കുന്ന രീതിയിലല്ല. നൈസായിട്ട് അങ്ങ് ചെത്തുവാണ് ഈ കത്തി വെച്ചിട്ട്. നൈസായിട്ട് ചെത്തി അങ്ങ് റെഡിയാക്കുവാണ്. ഡെയിലി ഇത് ചെത്തി കൊടുക്കണ്ട. ഒരു 3 ദിവസം, ഒരാഴ്ചത്തെ 2 ദിവസം. ഓക്കെ, ഒരാഴ്ച 2 ദിവസം ഇതുപോലെ ചെത്തി കൊടുക്കുക. ഇന്നത്തെ പണി കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ഇറങ്ങുവാണ്. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെത്തും. അപ്പൊ നമ്മുടെ ബായി ഇതേ നമ്മുടെ പനയിലൊക്കെ കയറി പണിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഈന്തപ്പനയിൽ ഒരു തുള്ളി വെള്ളമൊക്കെ ചാടുന്നു. അതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്കൊന്ന് മോളിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. നമ്മളൊന്ന് കയറി ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം ഉണ്ടോ ഇപ്പം തന്നെ ഇതിൽ ഈച്ചയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇതുപോലെ തന്നെ കുറേ ദിവസം അങ്ങ് പ്രോസസ്സ് ചെയ്ത് കൊടുത്താണ്ടല്ലോ
കള്ള് വരുന്ന സെയിം രീതിയായി. അപ്പൊ ഒരാഴ്ച ഇങ്ങനെ പണിത് കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് കള്ള് വരും അല്ലേ? കല്ല് വരും. അതിനുള്ള കറക്റ്റ് റൂട്ടൊക്കെ റെഡിയാക്കണം അല്ലേ? കറക്റ്റ് റൂട്ടൊക്കെ റെഡിയാക്കി ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ കുടത്തിൽ കള്ള് വരും. അപ്പൊ 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്നുകൂടെ വന്ന് ചെത്തിയൊക്കെ കൊടുക്കും അല്ലേ? അപ്പൊ കുറച്ചും കൂടെ കൂടുതൽ വരും. ആ അപ്പൊ അത് കഴിഞ്ഞ് ഒരാഴ്ച ആകുമ്പോഴത്തേക്കും നമ്മൾ കലം വെക്കും അല്ലേ? ഒരാഴ്ച ആകുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ ചെത്തും. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ കലം വെക്കും. ഈ പണികളൊക്കെ ഇപ്പൊ തുടരുമല്ലേ? ഓക്കെ. നമ്മളിത് അടുത്ത ദിവസം പണിക്കായിട്ട് നമ്മളിത് വന്നിരിക്കുകയാണ്. ഈ ഒരു കുറ്റിയേക്കൂടെയാണ്, പാത്തി പോലെ ഒരു സാധനമാണ്. ഇതേ കൂടെയാണ് പതുക്കെ നീര പോലെയുള്ള ഈ ഒരു വെള്ളം ഇങ്ങനെ ചാടുന്നത് കേട്ടോ. ഈ ഒരു കുറ്റിയേക്കൂടെയാണ്. അതിന്റെ സൈഡിൽ എന്താണ് അടുത്തൊരു കുറ്റി അടിക്കുന്നത്? കലം ഇതിൽ കെട്ടി തൂക്കാൻ വേണ്ടി ഒരു ചെറിയൊരു കുറ്റിയും കൂടി ഇതിന്റെ സൈഡിലടിക്കും. വളരെ നൈസായിട്ട് ചെത്തി 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 കൊടുക്കുകയാണ്. ഇതുണ്ട് ചെറിയ നൈസായിട്ട് ആ തൊലിയും എടുക്കുക കേട്ടോ. ചെത്തിയും എടുക്കുക. വളരെ നൈസായിട്ടാണ് ഇത് ചെത്തുന്നത് കേട്ടോ. ഇതുണ്ടോ ചെത്തിക്കഴിഞ്ഞത് നമ്മുടെ കമ്പേ കൂടെ ചാടുന്നുണ്ടോ? ഓരോ തുള്ളി 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 തുള്ളിയായിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് വരും. ഇതിന്റെ മുകളിൽ നിന്ന് അങ്ങനെ നമ്മളങ്ങ് കലം അങ്ങ് കയറ്റി വെക്കും അല്ലേ? ഓക്കെ, കലം അങ്ങ് കയറ്റി വെക്കും കേട്ടോ. ഇത് ഇപ്പൊ നമ്മൾ വെച്ചു. ഇനി ഇത് എപ്പോ എടുക്കും? നാളെ രാവിലെ എടുക്കും. ഇതുണ്ടോ ഇപ്പൊ രാവിലെ നമ്മളിത് ചെത്തി, നാളെ രാവിലെ ഇത് എടുക്കുള്ളൂ കേട്ടോ. ഇതിനിടയ്ക്ക് വേറെ ഇതിന്റെ അകത്ത് ചെത്തി കൊടുക്കൊന്നുമില്ല. ഇനി നാളെ രാവിലെ ഇത് എടുക്കുള്ളൂ അല്ലേ? നമ്മളിത് കലമൊക്കെ കയറ്റി സെറ്റാക്കി. നാളെ കല്ല് കിട്ടുമോ? കിട്ടും. അപ്പൊ നാളെ ഇതേ കലം നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മള് രാവിലെ വന്നു കേട്ടോ. നമ്മൾ രാവിലെ വന്ന് കുടമൊക്കെ എടുക്കാൻ പോകുന്ന സാധനമൊക്കെ എന്തായി, വീഴുന്നുണ്ടോ, കിട്ടിയോ, കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. കുറച്ചുള്ളല്ലേ? ഓക്കെ, നോക്കട്ടെ. ഓ, കുറച്ചേ ഉള്ളു കേട്ടോ. ഫസ്റ്റിലത്തെ ചെത്തിയതുകൊണ്ടാന്ന് തോന്നുന്നു. കുറച്ചേ ഉള്ളു, ഒരു ഇത്രേ ഉള്ളു കേട്ടോ. കുറച്ചേ ഉള്ളു, ഒരു 2-3 ഗ്ലാസ്സേ ഉള്ളു. അങ്ങനെ നമ്മുടെ കുടത്തില് ഇത് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാൻ പോവാണ്. അതുമായി കുറച്ചും കഴിച്ച് നോക്കട്ടെ, ഒന്ന് കുടിച്ച് നോക്കട്ടെ. ആഹാ, നല്ല മധുരമാണല്ലോ. പക്ഷെ ഒരു കള്ളിന്റെ ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ, ആയില്ലല്ലോ. ഇതിപ്പോ ആയിട്ടില്ല. ഇപ്പൊ 10 ദിവസം കഴിച്ചിട്ട് ഇപ്പൊ ഉണ്ടാവും. 10 ദിവസമെങ്കിലും എടുക്കും. പുളിക്കണം. ആ, സംഭവം എന്നാന്നറിയോ, ഫെർമെന്റേഷൻ നടന്നിട്ടില്ല. ഇത് ഫസ്റ്റ് വെച്ച കള്ള്, ഫസ്റ്റത്തെ അല്ലേ, മധുരം കേട്ടോ, മധുരമാണ്. അപ്പൊ ഇത് പുളിക്കണം അല്ലേ? ഫെർമെന്റേഷൻ നടക്കണം. അപ്പൊ കള്ളാവും. അപ്പൊ ഒരു കുറച്ച് ദിവസം കൂടെ കഴിയും കേട്ടോ കള്ളായിട്ട് മാറണമെങ്കിൽ. ഈന്തപ്പനേന്ന് എത്ര മാസത്തേക്ക് ഈ കള്ളെടുക്കാൻ പറ്റും? അത് 4 മാസം. 4 മാസം എടുക്കാൻ പറ്റും. ഉദ്ദേശം ഒരു 4 മാസത്തോളം നമുക്ക് കള്ളെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊരു കള്ളിന്റെ പ്രൊമോഷൻ ഒന്നുമല്ല, നമ്മളിത് ജസ്റ്റ് ഇതിന്റെ അകത്ത് നിന്ന് കള്ളെടുക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയതാണ്. എങ്ങനെയാണ് ഈന്തപ്പനയിൽ നിന്ന് കള്ളെടുക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.